നമസ്തേ. ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മേടമാസം 17 അതായത് ശകവർഷം 1947 വൈശാഖ മാസം 10 30/4/2025 ഉത്തരായന കാലം വസന്ത ഋതുവിൽ ശുക്ലപക്ഷ തൃതീയ തിഥി വരുന്ന ദിവസം, ബുധനാഴ്ചയും രോഹിണി നക്ഷത്രവും വരുന്ന ദിവസം, അതായത് അക്ഷയ തൃതീയായി നമ്മൾ ആഘോഷിക്കുന്ന ദിവസം. പിതൃക്കൾക്കൊക്കെ വളരെ കർമ്മം ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ഏറ്റവും ശുഭമായി എല്ലാ സാധനങ്ങളും നമുക്ക് വെള്ളിയും സ്വർണമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾക്ക് സൂര്യോദയം വന്നിരിക്കുന്നത് 5:52 AM സൂര്യാസ്തമനം വരുന്നത് 6:20 PM രാഹുകാലം 12:06 PM മുതൽ 1:39 PM വരെയും, ഗുളിക കാലം 10:32 AM മുതൽ 12:06 PM വരെയും, യമകണ്ഠകാലം 7:25 AM മുതൽ 8:59 AM വരെയും, അഭിജിത്ത് കാലം 11:42 മുതൽ 12:04 PM വരെയും, 12:08 PM മുതൽ 12:30 PM വരെയും അഭിജിത്ത് മുഹൂർത്തം തുടരുന്നു. ഈ സമയത്ത് ശുഭമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പം ഇന്നേ ദിവസം അക്ഷയ തൃതീയ ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ മാത്രമേ ഉള്ളൂ. വളരെ നേരത്തെ ഇന്നലെ രാത്രിയിൽ, അതായത് 29 തന്നെ തൃതീയ തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ അക്ഷയ തൃതീയ ചൊവ്വാഴ്ച ആയതുകൊണ്ട് അത്ര നമ്മൾ കാര്യമായി എടുക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ, 30 ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ മാത്രമാണ് അക്ഷയ തൃതീയ തിഥി ഉള്ളത്. രോഹിണി നക്ഷത്രവും കൂടി ആയതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നത്, പൂജകളും ദാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ സമ്പത്ത് സമാഹരിച്ച് വയ്ക്കുന്നതൊക്കെ നന്നായിരിക്കും. ഇനി നമുക്ക് രാശി ചക്രത്തിലേക്കൊന്ന് കടക്കാം. ഗ്രഹനില പ്രകാരം മേടത്തിൽ സൂര്യനും ഉദയവും മേടത്തിൽ തന്നെയാണ്. ചന്ദ്രനാവട്ടെ ഇടവൻ രാശിയിലാണ്, ചൊവ്വ കർക്കിടകത്തിൽ, അതുപോലെ ബുധൻ നിൽക്കുന്നത് മീനത്തിൽ, ഗുരു ഇടവത്തിൽ, ശുക്രനും മന്ദനും സർപ്പിയും മീനൻ രാശിയിൽ, കന്നിയിൽ കേതു, ഗുളികോദയമാവട്ടെ കർക്കിടകം രാശിയിൽ. അപ്പോൾ ഈ ഒരു ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്? ഒരു പ്രത്യേക ദിവസം, ശങ്കര ജയന്തിയും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂകാംബികയിലൊക്കെ വളരെ വിശേഷമുള്ള ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ അക്ഷയ തൃതീയ കൂടെ ആയതുകൊണ്ട് തൃതീയ നാളിൽ കർമ്മങ്ങൾ ചെയ്യുക, പിതൃതർപ്പണങ്ങളൊക്കെ ചെയ്യുക, പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സായുജ്യ പൂജയൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ദേവകാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ശ്രദ്ധ ചെയ്യുമ്പോൾ ദൈവിക അനുഗ്രഹം ധാരാളമായി ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ അതിനനുസരിച്ചിട്ട് 27 നക്ഷത്രക്കാർക്കും അവരവരുടെ ഇഷ്ടദേവത, അതുപോലെ ഉപാസന ബലമൊക്കെ കൂട്ടാൻ പറ്റുന്ന ദിവസമാണ്. ഉപാസനാമൂർത്തികൾക്കൊക്കെ നിവേദ്യമൊക്കെ കൊടുക്കുവാനൊക്കെ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ് നിൽക്കട്ടെ. അതിനായി എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അക്ഷയ തൃതീയ ആശംസകൾ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നും അല്പം ധനം ലഭിക്കും. കൃഷി, കന്നുകാലി വളർത്തൽ, സ്വയം തൊഴിൽ കണ്ടെത്തൽ, കരകൗശല വിദ്യകൾ എന്നീ മേഖലകളിൽ ഐശ്വര്യം പ്രതീക്ഷിക്കാം. ദാമ്പത്യത്തിൽ നേരത്തെ ഇല്ലാതിരുന്ന തരത്തിലുള്ള വിശ്വാസ്യത വർദ്ധിക്കും.
കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും അവരുടെ കഴിവ് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള പുതിയ അന്വേഷണങ്ങൾ ആരംഭിക്കാം. പരാജയപ്പെട്ട സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും. അവസരങ്ങൾ ഒന്നൊന്നായി തിരികെ പിടിക്കാൻ പറ്റുന്ന ദിവസമാണ്. ബന്ധുക്കളിൽ നിന്ന് ആനുകൂല്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. സ്ത്രീകളിൽ നിന്നും സൗഹൃദവും പ്രതീക്ഷിക്കാം. എഴുത്തുകാർക്കും സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും പുതിയത് കരുതുകയും ചെയ്യാവുന്നതാണ്. വാങ്ങി ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. യാത്ര കൊണ്ട് കാര്യലാഭവും ധനലാഭവും പ്രതീക്ഷിക്കാം. ഗ്രഹ ഉപകരണങ്ങൾക്ക് വേണ്ടിയും ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയും അല്പം പണം ചിലവഴിക്കുന്നതിൽ തെറ്റില്ല. പിണങ്ങിയിരിക്കുന്ന ബന്ധുക്കൾ സൗഹൃദം പ്രദർശിപ്പിക്കും. കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. അനുകൂലമായ തീരുമാനങ്ങൾ കൊണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരും. പൊതുവെ വീട്ടിൽ സമാധാനം കളിയാടുന്ന അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. പരിശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അക്ഷയതൃതീയ നാളായതുകൊണ്ട് ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ തൃപ്തി വരുത്തുന്നത്, ഉപാസനാ ബലമൊക്കെ കൂട്ടുന്നത്, പിതൃക്കൾക്കൊക്കെ എന്തെങ്കിലും പിതൃതനുസരിച്ചുകൊണ്ട് നമസ്കാരമൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത്, നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുന്നത് ഒക്കെ വളരെ ഉത്തമമായിരിക്കും. ഇടവം രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു വിധത്തിൽ തിരിച്ച് പിടിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം കുറച്ചു കാലമായി പലവിധ പ്രശ്നങ്ങളാൽ, ആരോഗ്യ പ്രശ്നങ്ങളാലൊക്കെ വിഷമിച്ചിരുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടാവുന്ന ദിവസമാണ്. ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം അക്ഷയതൃതീയായതുകൊണ്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വഴി, ഔഷധ സേവയൊക്കെ ചെയ്യുന്നത് വഴി രോഗാദി ദുരിതങ്ങൾക്കെല്ലാം ശമനം ലഭിക്കും. ഉപാസനാ ബലം കൂട്ടുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ രോഗാതുരാവസ്ഥ മാറി പൂർണ്ണമായ ഒരു ഫലമല്ലെങ്കിൽ പോലും രോഗ തീവ്രത വരുന്ന ഒരു ദിവസമാണ്. ആ തീവ്രതയൊക്കെ കുറഞ്ഞ് ആരോഗ്യം തിരികെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കുതിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഉയരത്തിൽ കയറി ജോലി ചെയ്യുന്നവര് ഒന്ന് ശ്രദ്ധിക്കണം. വീഴ്ചകളും പതനങ്ങളും വരാതിരിക്കുവാനായിട്ട് സ്റ്റെപ്പുകളൊക്കെ കയറുമ്പോൾ കുഴഞ്ഞു വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഗ്നിഭയമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. വളരെ ശ്രദ്ധാപൂർവം അപകട സാധ്യതയുള്ള വസ്തുക്കളൊക്കെ, കുട്ടികൾക്കൊക്കെ അപകടം വരാനുള്ള സാധ്യതയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുന്നതും പിന്നെ അപകട സാധ്യതയുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്, കുട്ടികൾക്ക് കൈ എത്താത്ത വിധത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. മരുന്നൊക്കെ മാറിക്കഴിക്കാനൊന്നുമുള്ള ഇടവരരുത്. ജ്യൂസാണെന്ന് തെറ്റിദ്ധരിച്ച് സിറപ്പുകളൊക്കെ എടുത്ത് കഴിക്കാനുള്ള അവസരമൊന്നും ഉണ്ടാവരുത്. ചില ഇങ്ങനെ വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാനുള്ള ഒരു മുന്നൊരുക്കം വന്നു ചേരുന്നതാണ്.
മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും ഒക്കെ അനുകൂല സമയം വന്നു ചേരും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നു. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകും. പക്ഷേ വിജയം സുനിശ്ചിതമാണ്. മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കുചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. തന്നാൽ നേടിയെടുക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുവാനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും. ഇണയുടെ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ജോലിക്കായി വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തുവാനും അതിനുവേണ്ടി സംസാരങ്ങളൊക്കെ ചെയ്യുവാനും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി വയ്ക്കുന്നതിന് സാധിക്കും. പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ, രാശിനാഥയുടെ അനുഗ്രഹത്താൽ ഈ ദിവസം കൂടുതൽ അർത്ഥപൂർണമാകുന്നതിനായി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. ദുർഗാദേവിയുടെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്താൽ സമ്പത്തും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും ഈ അക്ഷയ തൃതീയ നാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും എത്തിച്ചേരട്ടെ. ഭഗവതിയുടെ കടാക്ഷത്താൽ എല്ലാം മംഗളമായി ഭവിക്കട്ടെ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്നത് ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കരുതി അത് നൽകുന്നതിനും അങ്ങനെ പ്രണയം കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുന്നതിന് സാധിക്കും. വിവാഹിതർക്കാണെങ്കിൽ ഇണയ്ക്ക് വേണ്ടി എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ വാങ്ങി നൽകുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇണയുടെ സ്നേഹം കൂടുതൽ കരസ്ഥമാക്കാനായിട്ടുള്ള കൂടുതൽ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. തുറന്ന് സംസാരിക്കുന്നത് വഴി രക്ഷിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും. ചെറിയ ചെറിയ സമ്മാനങ്ങളെല്ലാം നൽകി എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. ധനനഷ്ടത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. ധനം വരും. തീർച്ചയായും ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാനുള്ളതാണ് ധനം. അത് അത്യാവശ്യത്തിന് മാത്രം എടുത്ത് വിനിയോഗിക്കണമെന്ന് മാത്രം. പാഴ്ചിലവുകൾ ഒഴിവാക്കിക്കൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന രീതിയിൽ കുടുംബ അന്തരീക്ഷം സന്തോഷകരമായി കൊണ്ടുപോകുവാൻ സാധിക്കും. വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി തുറന്ന് സംസാരിക്കുന്നത് വഴി ആ അകലങ്ങളെല്ലാം മാറിക്കിട്ടും. സാമ്പത്തിക മേഖല മെച്ചപ്പെടും. കയ്യിലുള്ള ധനം പോരാതെ വരുമ്പോൾ അതിനുള്ള മാർഗങ്ങളും തെളിഞ്ഞു വരുന്നതാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ എല്ലാവിധ പുരോഗതിയും വന്നു ചേരുന്നതാണ്. പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ഇഷ്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാൻ മാർഗനിർദ്ദേശം നൽകുവാനുള്ള ആരെങ്കിലും സഹായത്തിന് എത്തും. അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ വിഷയത്തിനെ കുറിച്ചുള്ള കൂടുതൽ ജ്ഞാനം ലഭിക്കും. പഠന മികവ് നിലനിർത്തിക്കൊണ്ടുപോകാനായി ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. ഏത് നല്ല തീരുമാനങ്ങളെല്ലാം എടുത്ത് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആ തീരുമാനങ്ങളെ ചൊല്ലി അഭിമാനിക്കുവാനുള്ള സന്ദർഭം വന്നു ചേരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും. കാർഷിക രംഗത്തുനിന്ന് വിളവുകൾ അല്പം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുവാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്താൽ സമ്പത്തും സമാധാനവും സൽപ്പേരും നിലനിർത്തി കിട്ടുവാൻ സാധിക്കും. ഉപാസനാ ബലം കൂട്ടുന്നതും നമഃശിവായ ജപിക്കുന്നതും കണ്ടകശനി കാലമായതുകൊണ്ട് ശനീശ്വരന് നെയ്ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. ബുധനാഴ്ച ആയതുകൊണ്ട് പച്ച നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നത് വാങ്ങി സൂക്ഷിക്കുന്നതൊക്കെ നന്നായിരിക്കും.
കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനവിനിയോഗം വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നത് വഴി കുറച്ച് പൈസ കരുതി വയ്ക്കുവാൻ സാധിക്കും. വിശ്വാസവഞ്ചനകൾ വരാതിരിക്കുവാൻ യഥാർത്ഥ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും കണ്ടെത്തുവാനുള്ള ഒരു ആർജവം തന്നിൽ വന്നു ചേരുന്നതായി കാണാം. നേത്രരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾക്കും അപകട സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ കരുതി വാഹനങ്ങളൊക്കെ യഥാസമയം വേണ്ടത്ത രീതിയിൽ റിപ്പയർ ചെയ്തൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ പരിശോധനകളും സമയബന്ധിതമായി ചെയ്യണം. ഭക്ഷ്യവിഷബാധ വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ കരുതലോട് വേണം കഴിക്കുവാൻ. പ്രമേഹ സംബന്ധമായ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവനവൻ്റെ ആഗ്രഹപ്രാപ്തി, അതായത് രാശിനാഥയായ ദുർഗാദേവി ഉച്ചസ്ഥയായ ഇടവൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരും. 11-ൽ നിൽക്കുന്ന വ്യാഴവും 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ശ്രമം നല്ലതാണെങ്കിലും അതിൽ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വസിച്ചേൽപ്പിച്ച കാര്യം വേണ്ടതുപോലെ നിർവഹിക്കുവാൻ സാധിക്കും. ഉന്നത സ്ഥാനത്തുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. ഹോട്ടല്, കൂൾബാർ എന്നീ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടുള്ളവർക്ക് ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാം. ക്ഷേത്ര ദർശനത്തിനുള്ള അവസരം വന്നു ചേരും. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. പല കേന്ദ്രങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ബിസിനസ്സുകളിൽ നിന്നും വരുമാനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയിക്കും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് കരുതിയിരിക്കുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉപാസനാബലം കൂട്ടുന്നതും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യവും നിലനിർത്തി കിട്ടും. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ആനുകൂല്യം വരുന്നതുവരെ, ഇപ്പം ശനിദോഷം കഷ്ടമശനി കാലമായതുകൊണ്ടും വ്യാഴം 10-ൽ നിൽക്കുന്നതുകൊണ്ടും അലച്ചിലുകൾ പലതരത്തിലുണ്ടെങ്കിലും കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുവാൻ സാധിക്കും. ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഫലസിദ്ധി പ്രതീക്ഷിക്കാം. കൂടുതൽ സൗഹൃദങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കണം. യഥാർത്ഥ മുഖം എല്ലാവരുടെയും തിരിച്ചറിയാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് അസ്വാസ്ഥ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുകയും ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ തെളിയുകയും ചെയ്യും. ഓരോ പടിയായി ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ വിവിധങ്ങളായ രീതിയിൽ കണ്ടെത്തും. സ്വന്തമായി കൃഷി ചെയ്യുവാനുള്ള ഒരു ആർജവം ഉണ്ടാകും. വളർത്തുമൃഗങ്ങളെ വളർത്തുന്ന വഴിയും മനസ്സന്തോഷവും മനസ്സമാധാനവും ലഭിക്കും. മുതിർന്നവരുടെ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നത് കൊണ്ട് രക്ഷിതാക്കളുടെ ആണെങ്കിലും ഗുരുജനങ്ങളുടെ ആണെങ്കിലെയും ഒക്കെ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. ഏത് കർമ്മത്തിറങ്ങിയാലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. കർമ്മരംഗം ഏതായാലും ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗുണഫലം പ്രതീക്ഷിക്കാം. വിശ്വാസവഞ്ചന നിലനിർത്തിക്കൊണ്ട് കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദാനധർമ്മങ്ങളും കൂടി ചെയ്യുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശ്രമിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. ആരോഗ്യനില മെച്ചപ്പെടും. കൃഷിയിൽ നിന്നുള്ള ആദായം അല്പം വർദ്ധിക്കും. കലാകാരന്മാർക്ക് പ്രശംസയും അംഗീകാരവും ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. യന്ത്രങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. വളരെയധികം പണച്ചെലവ് വന്നു ചേരുവാനിടയുണ്ട്.
അത് എല്ലാം കരുതൽ ധനമായി സമ്പാദ്യമായി കരുതി അതിനെ സന്തോഷിക്കുകയാണ് വേണ്ടത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇരിക്കുക. വീട്ടിൽ സമാധാനം നിലനിർത്തി കൊണ്ടുപോകാൻ നന്നേ ശ്രമിക്കണം. കാർഷിക ആദായം പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ കുടുംബ സ്വത്ത് കൈവശം വന്നു ചേരുന്നതിനുള്ള മാർഗം തെളിഞ്ഞു വരും. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സേവനങ്ങൾക്കുള്ള അംഗീകാരം ലഭിക്കുന്നതാണ്. പിണങ്ങിയിരിക്കുന്ന ബന്ധുക്കൾ സൗഹൃദം പ്രദർശിപ്പിക്കുമ്പോൾ ആത്മാർത്ഥത ശരിക്കും പരിശോധിക്കേണ്ടതാണ്. കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. അധിക ചിലവുകളും വന്നു ചേരാം. അനുകൂലമായ തീരുമാനങ്ങൾ കൊണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. അത് നിലനിർത്തി കൊണ്ടുപോകാൻ നന്നേ പരിശ്രമിക്കുക. ബന്ധുക്കളിൽ നിന്ന് ആനുകൂല്യം പ്രതീക്ഷിക്കാം. സ്ഥാനപ്രാപ്തിയും സജ്ജന സമ്പർക്കവും വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുവാൻ രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ശങ്കര ജയന്തി ആഘോഷിക്കുന്നത്, അക്ഷയ തൃതീയ ആയതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ, അതുപോലെ ദൈവിക പ്രാർത്ഥനകളൊക്കെ ചെയ്യുക, ഉപാസനാ ബലം കൂട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംബന്ധമായ യാത്രകൾ ധാരാളം വേണ്ടിവരും. അത് വേണ്ടത്ര ഗുണഫലമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അല്പം ചിന്തിക്കേണ്ടതുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ വലിയ വിഷമങ്ങളൊക്കെ ലഘൂകരിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. സർക്കാരിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ്. പല വിഷയങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മൂലം തടസ്സങ്ങൾ മാറിക്കിട്ടും. വാഹനങ്ങളെ കൊണ്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അല്പം സ്വല്പം വരാനുള്ള സാധ്യതയുണ്ട്. റിപ്പയറുകൾ യഥാസമയം ചെയ്യുന്നത് നന്നായിരിക്കും. പകർച്ചവ്യാധികൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്തുവകൾ സംബന്ധമായ തർക്കങ്ങളെല്ലാം പരിഹരിക്കുവാനായി ശ്രമിക്കണം. വിജയപ്രതീക്ഷമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം തന്നെ ലഭിക്കും. വീട് പണി തടസ്സപ്പെടും. ബന്ധുക്കളുമായി അകൽച്ച വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിലുമായി ബന്ധപ്പെട്ട അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ കൂടുമെങ്കിലും ഔദ്യോഗിക രംഗത്ത് കർമ്മ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. വളരെ വേണ്ടപ്പെട്ടവർ പോലും ശത്രുപക്ഷത്തേക്ക് തിരിയുന്നതായി കാണാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. കർമ്മരംഗമൊക്കെ ഒന്ന് വിപുലീകരിക്കാനുള്ള തീരുമാനം വിജയിക്കും. ബന്ധുക്കളിൽ നിന്നും ഉദ്ദേശിച്ച സഹായങ്ങൾ ലഭിക്കുന്നതിനായി പരിശ്രമിക്കുക. സ്ത്രീകൾ നിമിത്ത അപവാദങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവസരത്തിനൊത്ത് പെരുമാറാൻ ശ്രമിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഈശ്വര പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം പരീക്ഷകളിലെല്ലാം വൻ വിജയം പ്രതീക്ഷിക്കാം. വീട് പണി പുരോഗമിക്കാത്തതിൽ മനസ്സ് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പുതിയ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നിന്നും ഉള്ള വിരോധമൊക്കെ മാറി അനുകൂലമായ നയപരമായ ഒരു സമീപനവും പ്രതീക്ഷിക്കാം. സാമ്പത്തിക വഞ്ചനയൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരവസരം വന്നു ചേരും. വരുമാനം അല്പസ്വല്പം വർദ്ധിക്കുമെങ്കിലും ചെലവുകളും അതിനനുസരിച്ച് വർദ്ധിക്കുന്നതുകൊണ്ട് ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നിരുന്നാലും കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ മനസ്സ് വിഷമിക്കാതെ എല്ലാം ഭഗവതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മളുടെ സത്യസന്ധത തെളിയുന്ന സമയം അതിവിദൂരമല്ല. അന്ന് ഈ പറഞ്ഞവർ നമ്മളെ വിഷമിപ്പിച്ചവർക്കൊക്കെ നല്ല മറുപടി കൊടുക്കുവാനുള്ള അവസരം വന്നു ചേരും. വ്യാപാരികൾ, കരാറുകാർ, കമ്പനിക്കാർ മുതലായവർക്ക് പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരം വന്നു ചേരും. വീടുണ്ടാവാനുള്ള മാർഗങ്ങളും തെളിഞ്ഞു വരും. കുടുംബിനികൾക്ക് അതിഥി സൽക്കാരങ്ങൾക്ക് അധികമായി ചെയ്യേണ്ടതായ സാഹചര്യം വരും. യാത്രകൾ കൊണ്ട് വേണ്ടത്ര ഫലം ലഭിച്ചില്ല എങ്കിലും യാത്രകൾ മാറ്റിവെക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുമ്പോൾ ഗുണഫലങ്ങൾ നമ്മളെ തേടിയെത്തും. അതുപോലെ തന്നെ
വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുവാനിടയുണ്ട്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് ശ്രമിക്കണം. പ്രവൃത്തികളിൽ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വന്നു ചേരും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, നെയ്വിളക്ക് തെളിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അനുകൂലമായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദോഷം കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ശ്രമിക്കരുത്. വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുക. അനാവശ്യ സംസാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങളും വഴിക്ക് വെച്ച് മുടങ്ങിപ്പോകുന്നതിൻ്റെ നിരാശയിൽ കുറ്റം മറ്റുള്ളവരിൽ വഴിചാരുവാൻ നിൽക്കരുത്. കുടുംബത്തിലെ അസ്വസ്ഥതയൊക്കെ മനസ്സിലാക്കി അല്പം ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ക്ഷേത്ര ദർശനം നടത്തുക. ഉപാസനാബലം കൂട്ടുക. പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയപ്രതീക്ഷമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. നല്ല രീതിയിൽ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നു. വീട് പണി തടസ്സപ്പെടുമെങ്കിലും അത് മുന്നോട്ട് പോകുവാനുള്ള മാർഗം തെളിഞ്ഞു വരും. കർഷകർക്ക് കൃഷിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. കലാപരമായി പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. പുതിയ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകളിൽ സൈൻ ചെയ്യേണ്ടതായ സാഹചര്യവും വന്നു ചേരും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ്. കർമ്മരംഗം വിപുലമാക്കുവാനുള്ള തീരുമാനം വിജയിക്കും. ബന്ധുക്കളിൽ നിന്നും ഉദ്ദേശിച്ച സഹായ സഹകരണങ്ങൾ ലഭിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഓം നമഃ ശിവായ 108 ജപിക്കുകയും ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെയും കൂടി അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പണവും പ്രശസ്തിയും ഉണ്ടാകും. ഗ്രഹാന്തരീക്ഷം പൊതുവെ അനുകൂലമായിരിക്കും. വാക്തർക്കങ്ങളിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. മാനസികമായ സമാധാനവും സന്തോഷവും നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നേ പാടുപെടും. വേലക്കാരിൽ നിന്നോ കീഴ്ജീവനക്കാരിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അപമാനം വരുവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഇണയ്ക്കും ഇണയുടെ കുടുംബാംഗങ്ങൾക്കും എന്തെങ്കിലും രോഗാദി ദുരിതങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു. വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനായി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും. സ്ഥലം മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചാലും അത് കിട്ടാൻ സാധ്യത കുറവാണ്. നല്ല കാര്യം ചെയ്യുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യുമെങ്കിലും നേത്രരോഗങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അന്യരെ സഹായിക്കാനുള്ള പ്രവണത ഉണ്ടാകും. പരീക്ഷകളിൽ വൻ വിജയമുണ്ടാകും. മേലധികാരികൾ വിരോധത്തോടെ പെരുമാറും. സാമ്പത്തിക വഞ്ചനകളിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയുടെ കൂടി പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹപ്രാപ്തിക്കായി പൂജകളും പ്രാർത്ഥനകളും ചെയ്ത് ദിവസം അർത്ഥപൂർണമാക്കി തീർക്കണം. കുംഭം രാശി. വ്യാപാരികൾ, കരാറുകാർ, കമ്പനിക്കാർ മുതലായവർക്ക് പുതിയ വാഹനങ്ങളും വീടുകളുമൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ഗ്രഹാന്തരീക്ഷം തൃപ്തികരമായിരിക്കും. മേലധികാരികളിൽ നിന്നും അല്പം ആനുകൂല്യം പ്രതീക്ഷിക്കാം. വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദ്രോഗമുള്ളവർ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെ മുൻകൂട്ടി കുടുംബത്തിൽ സ്വത്ത് വീതം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കും. പരീക്ഷകളിലൊക്കെ വിജയം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. മിക്ക പ്രവർത്തനങ്ങളും ഫലവത്തായി ഭവിക്കുമെങ്കിലും ശാരീരിക സ്വാസ്ഥ്യം വർദ്ധിക്കുന്നതിനാൽ മനസ്സന്തോഷം ഇല്ലാതെയാവും. ഭൂമിയോ വീടോ വാങ്ങുവാൻ അവസരം വന്നാൽ പോലും അതെങ്ങനെ നടപ്പാക്കുമെന്നുള്ള വ്യാകുലതകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് കാര്യമാത്ര പ്രസക്തമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം അനുകൂലത്തിൽ വരും.
കർമ്മരംഗത്ത് നിന്ന് വിരമിക്കുവാനുള്ള ഒരു ശ്രമം വരും. അത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം അതിനുള്ള വോളണ്ടിയർ റിട്ടയർമെൻറ്റിനുള്ള തീരുമാനമെടുക്കുക. സമയത്ത് തന്നെയുള്ള വിരമിക്കലാണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ സമയത്തിന് മുമ്പുള്ള വിരമിക്കലിനെ കുറിച്ച് ഒന്നുകൂടി മുതിർന്നവരുടെ അഭിപ്രായം ആരായുന്നത് നന്നായിരിക്കും. സ്വന്തം ജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹകരണം പ്രതീക്ഷിക്കേണ്ടതില്ല. കർമ്മ വ്യാപാര മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായേക്കാം. പിന്നെ ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്ന നന്നായിരിക്കും. വിദേശത്ത് തൊഴിൽ നേടുന്നവർക്കൊക്കെ അനുകൂല സാഹചര്യം വന്നു ചേരും. കർമ്മരംഗം വിപുലമാക്കാനുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും കഴിയട്ടെ. മനസ്സ് നിറഞ്ഞ ഉപാസനാ ബലത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെ തരണം ചെയ്യുവാനുള്ള മാർഗവും അവർ തന്നെ കണ്ടെത്തും. വാഹനങ്ങളെ കൊണ്ട് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. വസ്തുവകൾ സംബന്ധമായ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ദൂരയാത്രകൾ ആവശ്യമായി വരും. അന്യദേശത്തുള്ളവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുവാനുള്ള യോഗവും വന്നു ചേരുന്നു. ബന്ധുക്കളിൽ നിന്ന് ആനുകൂല്യവും സ്ത്രീകളിൽ നിന്ന് സൗഹൃദവും ഒക്കെ പ്രതീക്ഷിക്കാം. എഴുത്തുകാർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. അവരുടെ കരാറുകളൊക്കെ പുതുക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വ്യാപാര ലൈസൻസ് ഉള്ളവർക്കൊക്കെ കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാപാരത്തിൽ നിന്നും പെട്ടെന്ന് ലാഭം പ്രതീക്ഷിക്കാം. യാത്രയിൽ നിന്നും ലാഭമുണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ ആലോചിച്ച് വിജയിക്കും. കൂട്ടുകാരുമായോ ജോലിക്കാരുമായോ അഭിപ്രായ ഐക്യമുണ്ടാക്കുന്നതിന് ശ്രമിക്കും. ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടുകയും അതുവഴി പുതിയ ബിസിനസ് തന്ത്രം ആവിഷ്കരിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സ്ഥാനപ്രാപ്തിയും സജ്ജന സമ്പർക്കവും ഉണ്ടാകും. സ്വന്തം ജനങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ വരാമെങ്കിലും അതൊന്നും കാര്യമാക്കാതെ രാശിനാഥനായ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ച് ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് സമ്പത്ത് സ്വല്പമായി ശേഖരിച്ചു വയ്ക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. കുടുംബ സമാധാനവും വന്നു ചേരും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി അക്ഷയതൃതീയ അക്ഷയതൃതീയയുമായി ബന്ധപ്പെട്ട് അവനവന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക. എല്ലാം മംഗളമായി ഭവിക്കും എന്ന് വിശ്വസിക്കുക. അമ്മേ നാരായണ.